കുറച്ചേ ഉള്ളൂ. വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ കുറച്ച് കയ്പ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്പ്പില്ലാതെ, ഒട്ടും കയ്പ്പില്ലാതെ നമുക്ക് കയ്പ്പയ്ക്ക തേയില തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, നാളികേരം ചേർത്തു. അതിലേക്ക് 4-5 അല്ലി ചെറിയ ഉള്ളി, ഇല്ലെങ്കിൽ ഞാനൊരു പകുതി സബോളയാണ് ചേർത്തേക്കുന്നത്. അതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം നാളികേരമൊക്കെ ഒന്ന് ചോക്കന ആയി വന്ന സമയത്ത് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല മിനുസമായി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 2 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച കയ്പ്പയ്ക്കയും അതുപോലെ ഒരു സബോളയും ചേർത്തു. നിങ്ങൾക്ക് ഈ സമയം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു പകുതി വേവ് ആയി, മുക്കാൽ വേവോടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പുളിയൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച അത് അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നമുക്കതിലേക്ക് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും അതുപോലെ ഒരു നുള്ള് ഉലുവ പൊടിച്ചതും ചേർക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് കടുകും മുളകും കറിവേപ്പിലയും വറുത്തിടാം കേട്ടോ. നല്ല അടിപൊളി തീയലാണേ.